രാജ്യത്തെ വാണിജ്യ വ്യവസായ മേഖലകളിൽ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് കുവൈറ്റ് മുനിസിപ്പാലിറ്റി. പരിശോധന ക്യാമ്പയിനിലൂടെ തന്നെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതും ഭീമമായ പിഴയും ഒഴിവാക്കാൻ ബോധവൽക്കരണവും പരിശോധനയുമാണ് അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നത്. കുവൈറ്റിലെ വ്യാപാര വ്യവസായ മേഖലകളിൽ സുതാര്യവും നിയമാനുസൃത പ്രവർത്തനങ്ങളും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടാണ് കുവൈറ്റ് മുനിസിപ്പാലിറ്റിയുടെ പുതിയ ഡ്രൈവ്. വാണിജ്യ സ്ഥാപനങ്ങൾ, കരകൗശല കേന്ദ്രങ്ങൾ, ഇൻവെസ്റ്റ്മെന്റ് കോംപ്ലക്സുകൾ, വ്യവസായ മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പരിശോധന പുരോഗമിക്കുന്നത്. ചെറിയ തരത്തിലുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നവർക്ക് ഉടനടി പിഴ ചുമത്താതെ തിരുത്തലുകൾ വരുത്താൻ 3 ദിവസത്തെ സമയപരിധിയോടുള്ള മുന്നറിയിപ്പ് നോട്ടീസാണ് ആദ്യഘട്ടത്തിൽ നൽകുന്നത്. സ്ഥാപന ഉടമകളിൽ ബോധവൽക്കരണം വളർത്തുക എന്നതിനാണ് മുനിസിപ്പാലിറ്റി പ്രഥമ പരിഗണന നൽകുന്നത്. കാലാവധി കഴിഞ്ഞ ലൈസൻസുകൾ, മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ ഡിസ്കൗണ്ട് സെയിൽ പരസ്യങ്ങൾ, കേടുപാടുകൾ സംഭവിച്ച ബോർഡുകൾ എന്നിവയാണ് പ്രധാനമായും നിരീക്ഷണത്തിലുള്ളത്. ഇൻസ്പെക്ഷൻ നോട്ടീസ് ലഭിച്ചിട്ടും വീഴ്ച വരുത്തുന്നവർക്കെതിരെ 500 ദിനാറിലധികം പിഴയും സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതുൾപ്പെടെയുള്ള കർശന നടപടികളും നേരിടേണ്ടി വരും. ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ വഴി മാത്രമായിരിക്കണം ലൈസൻസുകൾ എടുക്കുന്നതും പുതുക്കുന്നതും എന്ന് മുനിസിപ്പാലിറ്റി ആവർത്തിച്ചു വ്യക്തമാക്കി. ബോധവൽക്കരണ സന്ദേശങ്ങൾ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ വഴി കൃത്യമായി പിന്തുടരാൻ വ്യവസായ പ്രമുഖരോടും വ്യാപാരികളോടും അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ജനം, കുവൈറ്റ്.